ഒടുവിലെ യാത്രയ്ക്കായി ഇന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. ഒടുവിലെ യാത്രയ്ക്കായി ഇന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. പരിമിതമാമീ ലോകത്തിൽ കടമകളെല്ലാം തീരുന്നേ. പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടുന്നേ. പരിമിതമാമീ ലോകത്തിൽ കടമകൾ യാത്രയ്ക്കായി ഇന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. നെറുകയിലൊടുവിൽ മുത്തുമ്പോൾ കരയരുതേ നീ പിടയരുതേ. മൃതിതൻ പടികൾ കയറുമ്പോൾ തുണ തരണേ നിൻ പ്രാർത്ഥനയാൽ. സ്മൃതികളിൽ എന്നെ ചേർക്കേണേ ഒരു പിടി മണ്ണിൽ പൊതിയുമ്പോൾ. ഒടുവിൽ യാത്രയ്ക്കായി ഇന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. പരിമിതമാമീ ലോകത്തിൽ കടമകളെല്ലാം തീരുന്നേ. പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടുന്നേ. ഒടുവിലെ യാത്രയ്ക്കായി ഇന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. സ്നേഹം തന്നൂരൻ പ്രിയരെ ദേഹം വെടിയും നേരത്ത് മിശിഹ തന്നുടെ നാമത്തിൽ നന്ദി പറഞ്ഞു മടങ്ങട്ടെ. സ്നേഹം തന്നോരിൻ പ്രിയരെ ദേഹം വെടിയും നേരത്ത് മിശിഹ തന്നുടെ നാമത്തിൽ നന്ദി പറഞ്ഞു മടങ്ങട്ടെ. നന്ദി പറഞ്ഞു മടങ്ങട്ടെ.
എൻ്റെ വിശ്വാസയാത്രയിൽ നിത്യഭവനമാം സൗധത്തിങ്കൽ നോക്കി നോക്കി ഞാനും കാത്തിരുന്ന എൻ്റെ സ്വന്ത ഭവനത്തിൽ വിശ്രമിപ്പാൻ എത്തി ഞാനും എൻ്റെ വിശ്വാസയാത്രയിൽ നിത്യഭവനമാം സൗധത്തിങ്കൽ നോക്കി നോക്കി ഞാനും കാത്തിരുന്ന എൻ്റെ സ്വന്ത ഭവനത്തിൽ വിശ്രമിപ്പാൻ സെറാഫുകൾ ദിനം നാഥനെ വാഴ്ത്തുന്ന ആരവമാണിവിടെല്ലാമെല്ലാം ശുദ്ധന്മാർ പാടുന്നു ദൂതന്മാരാർക്കുന്നു നിത്യസന്തോഷമാണെൻ ഭവനേ സെറാഫുകൾ ദിനം നാഥനെ വാഴ്ത്തുന്ന ആരവമാണിവിടെല്ലാമെല്ലാം ശുദ്ധന്മാർ പാടുന്നു ദൂതന്മാരാർക്കുന്നു നിത്യസന്തോഷമാണെൻ ഭവനേ രമ്യകർമ്മ്യങ്ങളാൽ ശോഭനമാണെൻ്റെ നവ്യഗേഹമതിൻ പട്ടണങ്ങൾ ശുദ്ധ പളുങ്കിൻ കടൽ തീരത്താണെൻ്റെ വിശ്രമസങ്കേതം കർത്തനൊത്ത് രമ്യകർമ്മ്യങ്ങളാൽ ശോഭനമാണെൻ്റെ നവ്യഗേഹമതിൻ പട്ടണങ്ങൾ ശുദ്ധ പളുങ്കിൻ കടൽ തീരത്താണെൻ്റെ വിശ്രമസങ്കേതം കർത്തനൊത്ത് അല്ലലില്ല ഒരു ആധിയുമില്ലെൻ്റെ പുത്തൻ യെരൂശലേം വാസമില്ലേ വിശുദ്ധന്മാർഗണം ഹല്ലേലൂയ പാടും ഇമ്പസ്വരം ഞാനും കേട്ടിടുന്നു അല്ലലില്ല ഒരു ആധിയുമില്ലെൻ്റെ പുത്തൻ യെരൂശലേം വാസമില്ലേ വിശുദ്ധന്മാർഗണം ഹല്ലേലൂയ പാടും ഇമ്പസ്വരം ഞാനും കേട്ടിടുന്നു നിത്യതയുണ്ടൊരു വാസവുമുണ്ട് മറക്കല്ലേ മനുജാ നീയുലകിൽ കർത്താവുവാനിൽ വെളിപ്പെടുമാദിനം സ്വർഗേ വസിപ്പാനൊരുങ്ങിക്കൊള്ളുക നിത്യതയുണ്ടൊരു വാസവുമുണ്ട് മറക്കല്ലേ മനുജാ നീയുലകിൽ കർത്താവ് വാനിൽ വെളിപ്പെടുമാദിനം സ്വർഗേ വസിപ്പാനൊരുങ്ങിക്കൊള്ളുക എത്തി ഞാനും
എൻ്റെ വിശ്വാസയാത്രയിൽ നിത്യഭവനമാം സൗധത്തിങ്കൽ നോക്കി നോക്കി ഞാനും കാത്തിരുന്ന എൻ്റെ സ്വന്ത ഭവനത്തിൽ വിശ്രമിപ്പാൻ. കരുണയുള്ള കർത്താവേ, കഴിയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാണ് നിന്റെ ദാസിയെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. എന്റെ കർത്താവെ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. ഇവിടെ നാട്ടിൽ ചേർക്കണം. തെളിവായി എന്നോട് നാഥാവിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ തിരയായി എണ്ണി വിധിങ്ങും. വചനമൊടുണരാൻ പരമരുളേണം. അന്ത്യമിഴാത്തോരവികലമോദം നുകരാൻ മുതരേ മഹിമാവൊഴുകും മണവറയിൻകുൽ ചേർക്കണമീശോ. ഉന്നത എല്ലാരും മിന്നി വിളങ്ങും പതനമൊടുണരാൻ. ജീവദായകവുമായ ശബ്ദത്താൽ ആസന ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷരായി കബറിടങ്ങളിൽ നിന്ന് ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന രക്ഷാകരമായ വിധി ദിവസത്തിൽ നിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മയും നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. യാത്രയാകുന്നു ഞാൻ സ്വർഗയാത്ര. വിട്ടുപോകുന്നു ഞാനീ ദേശം, അന്യനായി പരദേശിയായി പാർത്തദേശം. സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ സ്വന്ത നാട്ടിൽ. കർത്താവെ, ഞാൻ പ്രവർത്തിക്കും മഹിമയോടന്തിമ വിധി നാളിൽ. കർത്താവെ, നീ അണയുമ്പോൾ അവരും സ്തുതി ബാവാപുത്രൻ റൂഹായേ മകരാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദ്യം മുതൽ നീക്കുവാമേ തെളിവായി എന്നുടെ നാഥാനെ തിരുമിഴയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായി എണ്ണി വിധിക്കല്ലേ.
പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗ്രഹിക്കുകയും നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയുകയും ചെയ്യുമാറാകട്ടെ. മോഹനീയമായ നിന്റെ തൃത്വത്തിന് അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. അതിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായും നയിക്കും. ആമേൻ. കൈക്കൊള്ളണമേ ഹൃദയം ഗമമാം വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയന്നാഥ തിരുസന്നിധിയിൽ. കൈക്കൊള്ളണമേ ഹൃദയം ഗമമാ വിശ്വാസമുടെ ദാസർ ചെയ്യും. പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. നിന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുനരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. പുനരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസറിനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും വലതു ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപം കർത്താവേ, മരിച്ചവരെ നീ കരുണാപുരം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപുരം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയുടെ കൂടെ ഏർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായെ നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദേവദൂതന്മാരുടെ അടക്കമുടിയോടും കൂടി വാനമേ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവരക്ഷയരായി കബറിടങ്ങൾ ഉയർത്തുകയും ദുഷ്ടജനങ്ങൾ വിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന രക്ഷാകരമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭം തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരിയും നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, കുറവക്കൊഴിയിൽ ഏലിയാമ്മച്ചിയുടെ മൃതസംസ്കാര ശുശ്രൂഷയിലാണ് നമ്മൾ പങ്കെടുക്കാനായിട്ട് പോവുക. അമ്മച്ചിയുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന പ്രിയപ്പെട്ട മക്കൾക്കും മരുമക്കൾക്കും കൊച്ചുമക്കൾക്കും കുടുംബാംഗങ്ങൾക്കെല്ലാവർക്കും ഇടവകയുടെ പേരിലുള്ള അനുശോചനവും പ്രാർത്ഥനയും സ്നേഹപൂർവ്വം അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ അനുശോചനം അറിയിക്കുകയാണ്. ആദ്യകാല കുടിയേറ്റങ്ങളിൽ ആയിരുന്ന അമ്മച്ചി ഇത്രയേറെ കഷ്ടപ്പെട്ടുമാണ് മക്കളെയൊക്കെ വളർത്തിയത്. വളരെ സ്നേഹമുള്ള അമ്മച്ചിയായിരുന്നു. അമ്മച്ചിയുടെ അടുത്തൊക്കെ വരുമ്പോൾ സ്നേഹത്തോടെ കാര്യങ്ങളൊക്കെ പറയുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന അമ്മച്ചി. എല്ലാവരുടെയും വാക്കുകളിൽ സ്നേഹമുള്ള അമ്മച്ചി എന്നുള്ള വാക്കുകൾ മാത്രം. അതോടൊപ്പം തന്നെ ഭാഗ്യപ്പെട്ട മരണമായിരുന്നു. കൂദാശകളെ സ്വീകരിച്ച് മക്കളുടെ എല്ലാവരുടെയും ശുശ്രൂഷകളൊക്കെ ഏറ്റുവാങ്ങി, പ്രത്യേകിച്ച് ബിജുവിൻ്റെയും രാജ്യമ്മയുടെയും ഒക്കെ ശുശ്രൂഷകളൊക്കെ ഏറ്റുവാങ്ങി നല്ല മരണം വഹിക്കാനായിട്ട് അമ്മച്ചിക്ക് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ നന്മകളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് അമ്മച്ചിയെ സ്വർഗരാജ്യത്തിലേക്ക് നല്ല രീതിയിൽ നമുക്ക് യാത്രയപ്പ് നൽകാം. അമ്മച്ചിക്ക് വേണ്ടി, അമ്മച്ചിയുടെ ആത്മശാന്തിക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒരു കൂടി എല്ലാവർക്കും അനുശോചനം അറിയിച്ചുകൊണ്ട് വീട്ടിലെ കർമ്മങ്ങൾ നേതൃത്വം നൽകുന്നത് അമ്മച്ചി ഒഴുങ്ങാലി കുടുംബാംഗമാണ്. ഒഴുങ്ങാലിലെ പ്രശ്നച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛനെ സ്നേഹപൂർവ്വം ശുശ്രൂഷയിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ കൊച്ചുപിതാവിൻ്റെ അഭിവന്യ ജോസഫ് അലർസി പിതാവിൻ്റെ അനുശോചനവും സ്നേഹപൂർവ്വം ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. പിതാവിന് അടമ്പം കോളേജിൽ ഒരു പ്രത്യേക മീറ്റിംഗ് ഉള്ളത് കൊണ്ടാണ് വരാൻ സാധിക്കാത്തത്. പിതാവ് പലപ്പോഴും ഇവിടെ വരുമ്പോൾ അമ്മച്ചിയെ കാണുകയും
സ്നേഹാന്വേഷണങ്ങൾ നടത്തുകയും ചെയ്യുന്ന പതിവുണ്ടായിരുന്നു. അപ്പോൾ പിതാവിൻ്റെയും അനുശോചനം സ്നേഹപൂർവ്വം അറിയിച്ചുകൊണ്ട് നമുക്ക് ഈ മൃതസംസ്കാര ശുശ്രൂഷയെ പങ്കെടുത്തുകൊണ്ട് അമ്മച്ചിയെ യാത്രയാക്കാം. അനുദഹിക്കുന്ന ഭാവികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി ഈ പതിനീതിനെ ആശീർവദിക്കണമേ. ഈ ജീവിതകാലത്തിന്റെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ദുരിതത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതിയേ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. നമ്മളിൽ നിന്ന് ആദ്യത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താന ഉദ്ധാനപ്പെടുന്ന വിവരിക്കുന്നതിനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാവുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതിയേ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാവുന്നു. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അതാർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. കർത്താവേ, നീയല്ലാതെ ആരെനിക്ക് ആശ്രയം. എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാവുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ആമേൻ. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാം മിശിഹാ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസിക്ക് വരമിന്നരുളേണം. കർത്താവ് വലിയവനും സ്തുത്യർഹനുമാകുന്നു. ആദിപിതാവ് ആദത്തെ സൃഷ്ടിച്ചവനോ ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മധ്യനു ശരണം നീയല്ലോ, ലോകം
വാഗ്ദത്തമർത്ഥം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായെന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസമുയർപ്പേകും. നീതിമാൻ വിശ്വാസം ഗ്രഹിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നിടും. മധ്യനമർത്യത പുണരുന്നു. ക്ഷയമുള്ളോരക്ഷയനാകും മധ്യദൈവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദ്യം മുതൽ എന്നേക്കുവാമേ. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെന്നെ നിറുത്തണമേ. നല്ല വരുത്തു വലം ഭാഗി നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമ പരിവേഷം. എൻ്റെ സഹോദരനെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം. എൻ്റെ സഹോദരനെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവനെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോട് കൂടി ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുൻപ് കിടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിൻ്റെ എതിരേൽപ്പിനായി അവനോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോട് കൂടി ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളിൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തിട്ട് എന്റെ അപേക്ഷ നീ കേൾക്കണമേ. സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. യുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവന് വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്നും ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്ക് അനുശോചന സന്ദേശം നൽകുന്നത് ബഹുമാനപ്പെട്ട പ്രധാനാധികാരി ജോർജ് പുതുമ്പുളച്ചനാണ്. ജീവന്റെയും മരണത്തിൻ്റെയും നാഥനായ ഈശോ മിശിഹായാൽ സ്നേഹിക്കപ്പെടുന്ന ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ആഗോള സഭ വലിയ മരണത്തെ ധ്യാനിക്കുകയാണ്. അതിന് ഏറ്റവും അടുത്ത ഒരുക്കമാകുന്ന വിശുദ്ധവാരത്തിലേക്ക് പ്രവേശിച്ച് മരണത്തിൻ്റെ ദൈവശാസ്ത്രം പങ്കുവയ്ക്കപ്പെടുന്ന നിമിഷങ്ങളിൽ മരണം നമ്മെ സംബന്ധിച്ച് ഒരു വാർത്ത ആയിരിക്കാതെ അനുഭവമായി മാറുവാൻ ഉറവക്കുഴിയിൽ
ഏലിയാം എന്ന കുടുംബിനി മരണത്തിലൂടെ ദൈവസന്നിധിയിലേക്ക് കടന്നു പോകുമ്പോൾ കഴിഞ്ഞകാല ചരിത്രങ്ങൾ അയവിറക്കാനും അനുഭവങ്ങളെ മനസ്സിൽ കൊണ്ടുവരാനും പ്രാർത്ഥനാപൂർവ്വം യാത്ര അയക്കുവാനുമുള്ള സഭ ഒരുക്കിത്തരുന്ന ഒരു സംസ്കാര ശുശ്രൂഷയിലാണ്. പഴയ നിയമത്തിലെ മരണത്തിന് നൽകുന്ന ദൈവശാസ്ത്രമല്ല മിശിഹായുടെ മരണത്തോടുകൂടെ പുതിയ നിയമത്തിൽ നാം അനുഭവിക്കുന്നതും പങ്കുവെക്കുന്നതും എല്ലാം. പ്രത്യാശയോടെയുള്ള ജീവിതത്തിന് ദൈവം നൽകുന്ന പ്രത്യുത്തരമാണ് നല്ല ഒരു മരണം. നമുക്കറിയാം, നമ്മെ സംബന്ധിച്ചിടത്തോളം മരണം നിത്യതയിലേക്കുള്ള, ദൈവം വസിക്കുന്ന സ്വർഗത്തിലേക്കുള്ള കവാടമായിട്ടാണ് കാണുന്നത്. വൈദിക മൃതസംസ്കാര ശുശ്രൂഷയിലൊക്കെ സെമിത്തേരി വരെ, കല്ലറ വരെ നമ്മൾ അനുഗമിച്ചു. കല്ലറയിൽ നിന്ന് ദൈവദൂതന്മാർ നിന്നെ അനുഗമിച്ചുകൊള്ളും എന്നാണ് പ്രാർത്ഥിക്കുന്നത്. മാമോദിസ മുഖ്യ നമ്മളെല്ലാവരെയും സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. കല്ലറ വരെ അനുഗമിക്കാനുള്ള ഒരു സ്നേഹബന്ധം ഭൂമിയിൽ സൃഷ്ടിച്ചെടുക്കുന്നതാണ് സ്വർഗത്തിലെ മാലാഖമാർ നമ്മെ ഏറ്റെടുക്കുന്നതിനുള്ള പ്രചാരമായി നാം കാണേണ്ടത്. ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ ആമുഖ ചിന്തകളിൽ പറയുണ്ടായി, സ്നേഹമുള്ള ഒരമ്മച്ചി എന്ന്. നമ്മയൊക്കെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരമ്മച്ചി, ദാനധർമ്മം ചെയ്യുന്ന അമ്മച്ചി എന്നൊക്കെ പറയുന്നതിനേക്കാൾ ഒത്തിരിയേറെ മുകളിലാണ് സ്നേഹിക്കുന്ന ഒരമ്മച്ചി എന്ന് പറയുന്നത്, അല്ലെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ദൈവത്തിൻ്റെ സ്വഭാവം സ്നേഹമാകിയാൽ, അതുകൊണ്ടാണ് ത്രിത്വത്തിൽ നിന്ന് പുത്രൻ തമ്പുരാൻ നമ്മളെ രക്ഷിക്കുവാൻ ഭൂമിയിലേക്ക് കടന്നു വന്നതും സകലത്തിൻ്റെ വഴികളിലൂടെ കുരിശുമരണത്തിലൂടെ നമ്മളെയൊക്കെ രക്ഷിച്ചതും. കുരിശുമരണവും പീഡാസകനങ്ങളുമെല്ലാം അർത്ഥപൂർണമാകുന്നത് സ്നേഹത്തിൻ്റെ അനുഷ്ഠാനവും അനുഭവവും പങ്കുവെക്കലുമായതുകൊണ്ടാണ്. പ്രാർത്ഥിക്കാനും ദാനധർമ്മം നൽകാനുമൊക്കെ പലപ്പോഴും എളുപ്പമാകും. പക്ഷേ സ്നേഹിക്കുക എന്ന് പറയുന്നത്, പ്രകടനപരതയില്ലാണ്ടുള്ള സ്നേഹമെന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ളതാണ്. കാരണം തന്നോടുകൂടെ തൻ്റെ കുടുംബത്തിൽ വസിക്കുന്നവരും തൻ്റെ അയൽവക്കത്തുള്ളവരും ഒക്കെയായിട്ട് വിവിധ സ്വഭാവത്തിലുള്ളവരോട് സ്നേഹത്തിൽ വസിക്കുക എന്ന് പറയുന്നത് ദൈവ സ്വഭാവത്തിൽ പങ്കുചേരുന്നതിന് തുല്യമാണ്. യോഹന്നാൻ സ്ലീഹയാണെങ്കിലും ഈശോയോടുകൂടെ നടന്ന് തൻ്റെ ജീവിത അവസാന നാളുകളിൽ സ്നേഹത്തെക്കുറിച്ച് മാത്രം പറഞ്ഞ് മരണമടഞ്ഞുവെന്നാണ് പൂർവ്വപിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നതില്ല. അതുകൊണ്ട് ഈ അമ്മച്ചിയുടെ ജീവിതം അർത്ഥപൂർണമാകുന്നത് സ്വർഗപ്രവേശത്തിന് അർഹമായി തീരുന്നതെല്ലാം സ്നേഹിക്കുന്ന അമ്മച്ചി എന്ന് പേര് നൽകാൻ സാധിക്കുന്നത് കൊണ്ടാണ്. സ്നേഹത്തെ വികാരപരമായി നിർത്താതെ സ്വഭാവപരമായി സ്വന്തമാക്കിയതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളുടെ, രോഗങ്ങളുടെ ഒക്കെ കാലഘട്ടത്തിലൊക്കെ തന്നോടും തന്നെ സ്നേഹിക്കാനും തൻ്റെ കുടുംബത്തെ സ്നേഹിക്കാനും എല്ലാവരോടും സ്നേഹപൂർവ്വം പെരുമാറുവാനും ഒക്കെ സാധിച്ചതില്ല. ജപമാല മണികളും പരിശുദ്ധ കുർബാനയും ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് സ്നേഹിക്കാതിരിക്കാൻ സാധിക്കത്തില്ല. ഇവ രണ്ടും ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് തൻ്റെ പങ്കാളിയോടും ജന്മം നൽകിയ മക്കളോടും അയൽവക്കക്കാരോടും മറിയത്തെ പോലെ സ്നേഹപൂർവ്വം പെരുമാറുവാൻ ഈ അമ്മയ്ക്ക് സാധിച്ചത് എന്ന് സംശയമില്ല. ഒരു മകളെ സമർപ്പിത സമൂഹത്തിൽ ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി അയക്കുമ്പോൾ അത് അമ്മയുടെ വിശ്വാസത്തിൻ്റെ മറ്റൊരു തലമാണ്. ആ സഹമകളെ സംബന്ധിച്ചിടത്തോളം അവളുടെ മുമ്പിൽ അന്ന് ഒത്തിരിയേറെ സാഹചര്യങ്ങളുണ്ടായിരുന്നു, വളർച്ചയുടെ നേട്ടങ്ങളുടെ ഒത്തിരിയേറെ അവസരങ്ങളുണ്ടായിരുന്നു. ആ അവസരങ്ങളെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട്
സമർപ്പിത സമൂഹത്തിലെ മറ്റു മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും സഭയുടെ ശുശ്രൂഷ പങ്കുചേരുവാൻ അയക്കുന്നത് വിശ്വാസത്തിൻ്റെ മറ്റൊരു പ്രകടനമാണ്. അതുകൊണ്ടാണ് ഇത്രയും അച്ഛന്മാർ ശിഷ്യർക്ക് വരാനും കാരണമാകുന്നത്. സഭയോടൊത്ത് ചിന്തിക്കുക, സഭയ്ക്ക് വേണ്ടി ആയിരിക്കുക എന്നുള്ളത്. ആ ഒരർത്ഥത്തിൽ തന്നെ ഈ രാജപുരം കൊറോനയിലെ മുഴുവൻ വൈദികരുടെയും സിസ്റ്റേഴ്സിൻ്റെയും സ്നേഹവും പ്രാർത്ഥനകളും ഈ കുടുംബത്തെ അറിയിക്കുന്നതോടൊപ്പം ഈ അമ്മച്ചി സ്വർഗത്തിൽ പോകുമ്പോൾ ഈ അമ്മച്ചിയോട് പ്രാർത്ഥിക്കണം എന്ന് പറയാതെ അമ്മച്ചി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കാൻ നമുക്ക് ശ്രമിക്കാം. സഭയുടെ ഒരു വിശേഷ നിധിയായി ഈ അമ്മയെ നമുക്ക് കാണാം. നാളെ നമ്മൾ ഓശാന തിരുനാൾ ആഘോഷിക്കും. നമുക്കറിയാം, ഓശാന തിരുനാൾ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ അർത്ഥത്തിലും ജെറുസലേം വീതിയിലൂടെ നടന്ന ഓശാന യാത്രയല്ല. ഉദാസ വചനങ്ങൾക്ക് മുമ്പ് പാടുന്ന ഓശാന ദൈവപിതാവിൻ്റെ സന്നിധിയിൽ സ്വർഗത്തിലെത്തി എല്ലാവരും ഒന്നു ചേർന്ന് ദൈവത്തിൻ്റെ സ്തുതികൾ അർപ്പിക്കുന്ന സ്വർഗീയ ഗായക സംഘത്തിൻ്റെ സംഗീതമാണ്. നാളെ ഓശാന ഞായറാഴ്ചയ്ക്ക് സ്വർഗത്തിലെ മാലാഖമാരുടെ വിശുദ്ധരോടും ചേർന്ന് ഈ അമ്മ ദൈവത്തിന് മഹത്വം ആലപിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം ഈ ഭവനത്തെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവ് ഈ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ നിങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ നിങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായും നിന്റെ കൽപ്പനകൾ ഈ ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാഗുൽത്തായിൽ നിന്റെ മൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുത്ഥാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായും വിധി ദിവസത്തിൽ നിന്റെ മുഹൂർത്തത്തിന്റെ കൃപയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കി ആക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായി കരയുന്നവരുടെ കണ്ണുനീർ തുറക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവരുമായ മിശിഹായി നിന്റെ ദാസിയുടെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളെ പാപങ്ങളുമായി ചുളയും ചെയ്യുമാറാകട്ടെ. നിന്റെ മഹനീയമായ ദൃഢത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുതിർഹരാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ഒരു ദിവസം സോദരിമാരാ മർത്താമറിയും ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. അന്നൊരു ദിവസം ബേസനിയായി സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. മരണമടഞ്ഞൊരു സോദരനെയും ചിന്തിച്ചടലിൽ നെടുവീർപ്പിട്ടു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ കാണൂ. അന്നൊരു ദിവസം ബേസനിയായി സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ജീവനും ഉയരും ഞാനാകുന്നു, കരയരുദേവം കരുണയോടന്തികമാർന്നഖിലേശൻ ശാന്തി പൊഴിഞ്ഞു. അന്നൊരു ദിവസം ബേസനിയായി സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു.
ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശിഷ്ടരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. എന്റെ സഹോദരൻ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതിയെനിക്കാ നൽകിയ വസതി പരിശുദ്ധന്മാ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു. ശാശ്വത ഭാഗ്യം നരനരുളിടാൻ കഴിവില്ലാത്തോരിൻ പാർപ്പിടമേ, പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ അന്തിമയാത്ര. എന്നുമെന്നേക്കും സഹജന്മാരെ സ്നേഹിതഗണമേ, യാത്ര ഇതാ ഞാൻ ചോദിക്കുന്നു. നിങ്ങളെനിക്കാ ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. പ്രാർത്ഥിപ്പതിനായി പരിപാവനമാ ദൈവിക ഭവനം പോകും നേരം സ്നേഹാർദ്രതയാ നിൻ പ്രിയജനമേ അനുദിനമലിവോ ശരീരം ദേവാലയത്തേക്കുള്ള കലാപയാത്രയിൽ പങ്കെടുക്കാനുള്ളവരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. മച്ചിയുടെ മൃതശരീരം വാഹനത്തിലാണ് കൊണ്ടുപോവുക. അപ്പോൾ കുറച്ച് വാഹനങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിലൊക്കെ എല്ലാവരും കയറുക, പറ്റുന്ന പോലെ മറ്റുള്ളവർ അതിനോടകമ്പടിയായിട്ട് നടന്നു പോകാനായിട്ടും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. കുടുംബാംഗങ്ങൾ ഇപ്പോൾ അനുശോചനം ശാന്തിശുംബനം ഒപ്പ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കും. ഭൂമിയിൽ അവർ വിലപിക്കുന്നു ആഡംബരവും സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ എന്റെ ആയുസ്സു മുഴുവൻ എന്നെ കാത്തല്ലോ ദൈവമേ. എന്റെ ആയുസ്സു മുഴുവൻ എന്നെ കാത്തല്ലോ ദൈവമേ. ഒന്നും ചെയ്തില്ല ഞാനീ ഭൂവിൽ നിന്റെ നന്മകൾ കൊത്തതുപോ. ഒന്നും ചെയ്തില്ല ഞാനീ ഭൂവിൽ നിന്റെ നന്മകൾ കൊത്തതുപോ. വിട്ടുപോകുന്നു ഞാനീ ദേശം, അന്യനായി പരദേശിയായി പാർത്ത ദേശം. സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ.
മരിക്കുന്ന മർത്യർ ഭാഗ്യവാന്മാരവർ നിശ്ചയം. കർത്താവിൽ മരിക്കുന്ന മർത്യർ ഭാഗ്യവാന്മാരവർ നിശ്ചയം. ചെന്നു ചേരും വേഗമവർ സ്വർഗസിയോപുരിയിൽ. ചെന്നു ചേരും വേഗമവർ സ്വർഗസിയോപുരിയിൽ. വിട്ടുപോകുന്നു ഞാനീ ദേശം, അന്യനായി പരദേശിയായി പാർത്ത ദേശം. സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. സന്തോഷദേശം, ദുഃഖം വേണ്ട പ്രിയജനമേ. എൻ്റെ ദേശം സന്തോഷദേശം, ദുഃഖം വേണ്ട പ്രിയജനമേ. വീണ്ടും കാണുമ്പോൾ ഞാൻ സന്തോഷിച്ചു. അണയുന്നീശോ മൃതരാമതിലർക്കും ജീവനും അതുപോൽ ശരണവും അരുളിയിടാം. അവൻ ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി കുലുങ്ങി. മിശിഹാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറ പിളരും, മൃതരുടനെഴുന്നേൽക്കും. ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും, അഭയം കുരിശിൽ കണ്ടവൻ അവസാനം. വിധിയുടെ നാളിൽ കൈവരും ആനന്ദം. നീതിമാന്മാർക്കന്ധകാരത്തിൽ പ്രകാശമുദിച്ചു. മേഘത്തേരിൽ നാഥൻ എഴുന്നള്ളും, മൃതരെ വിളിക്കും, ജീവൻ അവർക്കേകും. ചെറിയവരും വലിയവരും പ്രിയരേ നിങ്ങൾ കരയരുതഖിലേശൻ പുനരുത്ഥാനം നൽകാൻ വരുമല്ലോ. ആദിമുതലെന്നേക്കും ഈശോനാഥ മരണവും ഉയരും നിൻ കൈകളിലല്ലോ നിന്നെ നയിക്കുന്നു. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സത്യവിശ്വാസത്തോടെ ഈ ലോകം വിട്ടുപോയിരിക്കുന്ന നമ്മുടെ സഹോദരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സൽകൃത്യങ്ങളാൽ ദൈവത്തെ സാധിപ്പിച്ച ഈ ആളെ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിക്കുമാറാകട്ടെ. നല്ലവർക്ക് സ്വർഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താലും തന്റെ മാതാവായ നികാമറിയത്തിന്റെ പ്രാർത്ഥനയാലും മിശിഹ അവരോടുകൂടെ ഇയാളെ തന്റെ വലത് ഭാഗത്ത് നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരെഴുതുകയും
തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവേ, വാത്സല്യപൂർവ്വം ഞങ്ങളെ സന്ദർശിക്കുകയും കാരുണ്യപൂർവ്വം ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഉദ്ധാനപ്രദേശങ്ങളിൽ നിന്ന് മരിച്ചവരെ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവേ, നിന്റെ പൈതൃകമായ പരിപാലനയെ ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളെ മരണവിധേയരാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഉത്ഥാനത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളെ മഹത്വമണിയിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദീസ വഴി എന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയാ എന്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു ഭൂതാശകളാൽ എന്റെ ആത്മാവിൽ പ്രഭാവനം ചെയ്യുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയ പാലകരുമായ പുരോഹിതരും ദൈവജനങ്ങളാൽ എന്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോടും ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹം എന്നും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എന്റെ സഹോദരനെ നമ്മെ സൃഷ്ടിക്കുകയും മരണവിധേയനാക്കുകയും മരണശേഷം ഉയർപ്പിച്ച് അക്ഷയരാക്കുകയും ചെയ്യുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതനിലയിൽ ഓർത്തോർത്തിനിയും നൈരാശ്യമോടെ വിലപിക്കരുതേ. വാഗ്ദാനങ്ങൾ തിങ്ങി മുഴങ്ങും കാവളനാദം ആകാശത്തിൻ സീമകളെല്ലാം മുഖരിതമാക്കും. സ്ത്രീ പുരുഷന്മാരന്തരയരാ ഉത്ഥാനത്തിൽ സ്വർഗം തന്നിൽ ദൂതഗണക്കെ രാജിക്കുന്നു. പോവുകയാണ്. എല്ലാവരും പ്രത്യേക 2 ലൈനായിട്ട് സ്മിത്തിലേക്ക് പോകാനായിട്ട് ശ്രദ്ധിക്കുക. സംസ്കാര ശുശ്രൂഷകൾക്ക് ശേഷം പള്ളിയിൽ വെച്ച് 5 മണിക്ക് വിശുദ്ധ കുർബാനയും നാടോത്തും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ കുർബാനയിൽ പങ്കെടുക്കാത്ത ഒത്തിരി പേരുണ്ട്. അതുകൊണ്ട് പ്രശ്നങ്ങൾക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിച്ച് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. പുൽക്കൊടി പോലെ ജീവിതവിളയിൽ ഓർത്തോർത്തിനിയും നൈരാശ്യമോടെ വിലപിക്കരുതേ. വേഗം നമ്മൾ കർത്തൻ വാനിൽ എത്തുമ്പോൾ വീണ്ടും കാണും. വേഗം നമ്മൾ കർത്തൻ വാനിൽ എത്തുമ്പോൾ വിട്ടുപോകുന്നു ഞാനീ ദേശം അന്യനായി പരദേ
പരദേശിയായി പാർത്ത ദേശം സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. ആത്മാവിനെ നീതിമാന്മാരുടെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. മണ്ണിൽ നിന്നും മനുഷ്യനെ സൃഷ്ടിക്കുകയും അവരെ മരണത്തിനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്വങ്ങളുന്ന കബറുകൾ എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായി ശരീരത്തിന് നിന്റെ ദൈവത്തിന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം നീ പൗത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സ്വഭാവം നീ തെളിയുക, ഞാൻ നമ്മലാകും. അതിനെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ ഞങ്ങളുടെ കരുവള ധൂപം പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് അരുളി ചെയ്ത സകലത്തിന്റെ നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടെ അവസാന ദിവസം ഭാഗത്ത് നിർത്തുമാറാകട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കൂദാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. എന്റെ കർത്താവിനെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ല വരുത്തു വലം ഭാഗേ ആരാധിച്ചു വണങ്ങുന്നു. അതുതാ ഞങ്ങൾക്ക് ഉദ്ധാരം രക്ഷയുയരും നൽകുന്നു. നിന്റേതാകുന്നു ആകാശവുമേ ഭൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. പാടും നരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുരരാണവരെന്നോർക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഭാവപുത്രൻ റൂഹായെ മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം.
സർവേശ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമർത്തിൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ തേടണമേ. പാപിനിക്ക് പൊറുതി കൊടുത്തവളെ വിശുദ്ധീകരിച്ച കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മാലാഖമാരുടെ കൂടെ സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരാ, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കും കർത്താവിൻ ദാസീവിനാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ കർത്താവിൻ ദാസീവിനാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ നിർമ്മല ചരിതകളാം സാറായേലീശ മർത്തയോടും കൂടെ കടശീലുദ്ധാനം നിതരാം കനിവാർന്നരുളട്ടെ കർത്താവഖിലേശൻ. കർത്താവിൻ ദാസീവിനാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ മൃതിയോർത്തിനി നിങ്ങൾ കഥനം തുടരാതെ രക്ഷാവചനങ്ങൾ കേട്ടു നടന്നിടുവിൻ. പുനരുത്ഥാനം വരുമല്ലോ, മരണമുറക്കം താ. കർത്താവിൻ ദാസീവിനാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ കാട്ടരുവി തേടി നടക്കുന്ന മാൻപേടയെ പോലെ കർത്താവെ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കാട്ടരുവി തേടി നടക്കുന്ന മാൻപേടയെ പോലെ കർത്താവേ, നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. സജീവനായ ദൈവത്തെ ഞാൻ ദാഹിക്കുന്നു, ഞാൻ എപ്പോൾ എന്റെ ദൈവത്തെ കാണും. രാവും പകലും ഞാൻ കണ്ണീര് കുടിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിന്റെ ദൈവം എവിടെയെന്ന് അവർ നിത്യവും എന്നെ പരിഹസിക്കുന്നു. എന്റെ ആത്മാവേ, നീ എന്തിനു നിരാശപ്പെടുന്നു? നീ എന്തിനു വിഷാദിച്ചു കരയുന്നു? നീ ദൈവത്തിൽ ആശ്രയിക്കുക. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കാട്ടരുവി തേടി നടക്കുന്ന മാൻപേടിയെ പോലെ കർത്താവെ, നീ ഞാൻ തേടി വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആസനയേൽപ്പിച്ച കർത്താവെ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവെ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവൻ നൽകി സ്വർഗരാജ്യമാകുന്ന അവസരത്തേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർതിരിയുപോയ മിശിഹായുടെ ഭൗതിക ശരീരത്തെ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. എല്ലാം മാറിപ്പോകും. വിശ്രമ നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോൾ എൻ ദുഃഖങ്ങളെല്ലാം
വാഗ്ദത്ത ഗേഹമതിൽ എൻ വാസം സുസ്ഥിരമായിടുമേ. വാഗ്ദത്ത ഗേഹമതിൽ എൻ വാസം സുസ്ഥിരമായിടുമേ. എത്ര സമ്മോദം എത്ര സന്തോഷം സ്വർഗീയവാസമതേ. എത്ര സമ്മോദം എത്ര സന്തോഷം സ്വർഗീയവാസമതേ. ഹല്ലേലൂയ രാജ്യത്തിൽ എന്നും നിത്യാനന്ദമേ. ഹല്ലേലൂയ രാജ്യത്തിൽ എന്നും നിത്യാനന്ദമേ. ദ്രവത്വമായത് നീങ്ങിപ്പോകും, അമർത്യമായത് നാം ധരിക്കും. ദ്രവത്വമായത് നീങ്ങിപ്പോകും, അമർത്യമായത് നാം ധരിക്കും. മൺശരീരം മാറി ശരീരം പൂകി നിത്യതയിൽ നാമും എത്തിച്ചേരും. മൺശരീരം മാറി ശരീരം പൂകി നിത്യതയിൽ നാമും എത്തിച്ചേരും. എത്ര സമ്മോദം എത്ര സന്തോഷം സ്വർഗീയവാസമതേ. എത്ര സമ്മോദം എത്ര സന്തോഷം സ്വർഗീയവാസമതേ. ഹല്ലേലൂയ രാജ്യത്തിൽ എന്നും നിത്യാനന്ദമേ. ഹല്ലേലൂയ രാജ്യത്തിൽ എന്നും നിത്യാനന്ദമേ. ഗേഹം എല്ലാം നാം വിട്ടുപോകും, ഈ ദേഹമെല്ലാം ക്ഷയിച്ചു പോകും. ഈ ഗേഹം എല്ലാം നാം വിട്ടുപോകും, ഈ ദേഹം എല്ലാം ക്ഷയിച്ചു പോകും. സ്വർഗീയ പാർപ്പിടമുയരത്തിൽ ഞാൻ കാണുന്നു വിശ്വാസ കണ്ണുകളാലേ. സ്വർഗീയ പാർപ്പിടം ഉയരത്തിൽ ഞാൻ കാണുന്നു വിശ്വാസ കണ്ണുകളാലേ. എത്ര സമ്മോദം എത്ര സന്തോഷം സ്വർഗീയവാസമതേ. എത്ര സമ്മോദം എത്ര സന്തോഷം സ്വർഗീയവാസമതേ. ഹല്ലേലൂയ രാജ്യത്തിൽ എന്നും നിത്യാനന്ദമേ. ഹല്ലേലൂയ
രാജ്യത്തിൽ എന്നും നിത്യാനന്ദമേ. യെരൂശലേം വാസമതിൽ കർത്തനോടൊത്തു വസിച്ചിടും ഞാൻ. യെരൂശലേം വാസമതിൽ കർത്തനോടൊത്തു വസിച്ചിടും ഞാൻ. കണ്ണുനീരെല്ലാം തുടച്ചിടും താൻ, കഷ്ടതലേശവുമില്ലവിടെ. കണ്ണുനീരെല്ലാം തുടച്ചിടും താൻ, കഷ്ടതലേശവുമില്ലവിടെ. എത്ര സമ്മോഹം